بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് നല്ല മുഅ്മിനായി, മുസ്ലിമായി, മുവഹിദായി, മുത്തഖിയായി ജീവിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ ദിമ്മത്തിലുള്ള ആളുകളായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമഅയുടെ ദിവസം വളരെ നേരത്തെ നിയ്യത്ത് വെച്ച് കുളിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിൽ വലിയ പ്രതിഫലം ആഗ്രഹിച്ച് വന്നിരിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂ, ഒരാൾ വുളൂ എടുത്തു, അവന്റെ വുളൂ ഏറ്റവും നല്ല രൂപത്തിലാണ് അദ്ദേഹം വുളൂ എടുത്തത്. വുളുവിൽ ഏറ്റവും നല്ല രൂപത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിരലുകൾക്കിടയിലൊക്കെ വെള്ളം നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി, കൈയിന്റെ മുട്ട് ഉൾപ്പെടെ കുറച്ച് കയറ്റി വെള്ളം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി, നാളെ പരലോകത്ത് വുളുവിന്റെ അടയാളങ്ങളാൽ വെട്ടിത്തിളങ്ങുന്ന കൈകാലുകളുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പറയുകയാണ്, ഒരാൾ വുളു എടുത്തു, ഫഅഹ്സനൽ വുളു, എന്നിട്ട് ഏറ്റവും നല്ല രൂപത്തിലുള്ള വുളു അദ്ദേഹം ചെയ്തു, ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൾഫാരിഹി, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അവന്റെ പാപങ്ങളും തെറ്റുകളും ഉണ്ടല്ലോ, അത് ആ നല്ല വുളുവിലൂടെ അവന്റെ നഖങ്ങൾക്കിടയിലൂടെ ഒലിച്ചു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ വുളു എടുക്കുന്നതിലൂടെ തന്നെ തന്റെ ശരീരത്തിലൂടെ സംഭവിച്ച തെറ്റുകൾ അത് മായ്ച്ചു കളയാനും ഒലിച്ചു പോകാനും കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് നല്ല വുളു എടുത്തുകൊണ്ടാണ് നാം ഓരോരുത്തരും പള്ളിയിൽ എത്തിയത്. ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം. വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന അത് എല്ലാ ദിവസവും നിർവഹിക്കുന്നവനാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും വേണം. തന്റെ ശരീരത്തിലെ വുളുവിൽ കഴുകി വൃത്തിയാക്കേണ്ട അവയവങ്ങളെല്ലാം ഭംഗിയായി വെള്ളം തട്ടേണ്ട സ്ഥലത്തെല്ലാം വെള്ളം തട്ടിക്കൊണ്ട് തന്നെ വിരലുകൾക്കിടയിലെല്ലാം നനഞ്ഞ്
ഏറ്റവും പൂർണ്ണതയുള്ള ഉളുവാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തണം എന്നതാണ് ഈ ഹദീസിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെ നാം പള്ളിയിലേക്ക് നടക്കുകയാണ്. അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് വീടൊക്കെ തൊട്ടടുത്തുള്ള ആളുകൾ വീട്ടിൽ നിന്ന് ഒന്നുവെടുത്ത് പള്ളിയിലേക്ക് നടക്കുക. അല്ല, കുറച്ച് ദൂരെയുള്ള ആളുകൾക്ക് വാഹനത്തിലാണ് പള്ളിയിലേക്ക് വരേണ്ടതെങ്കിൽ അവർക്ക് വാഹനത്തിൽ പള്ളിയിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വകുല്ലു ഖത്വത്തിൻ യഖ്തുഹാ ഇല സ്വലാത്തി സ്വദഖ. പള്ളിയിൽ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ സ്റ്റെപ്പുകളും സ്വദഖയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം ഞാൻ പറഞ്ഞത് ഉളുവിന്റെ കാര്യമാണ്. അത് ഭംഗിയായി നിർവഹിക്കുക. പള്ളിയുടെ പരിസര പ്രദേശത്തുള്ളവർ ഒളുവെടുത്ത്, വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് പള്ളിയെ ലക്ഷ്യമാക്കി നമസ്കാരത്തെ പ്രതീക്ഷിച്ച് പള്ളിയിലേക്ക് നടക്കുക. ഓരോ കാൽവെപ്പും നിങ്ങളുടെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്വദഖയാണ് എന്ന് കളവ് പറയാത്ത തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന മഹാനായ സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹീന യഖ്റുജു റജുൽ, ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, മിൻ ബൈതിഹി ഇലാ മസ്ജിദിഹി, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. എന്തിനാ പുറപ്പെടുന്നത്? നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനത്തിലെത്താൻ വേണ്ടി അയാൾ ഇതാ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ഫറിജുലുൻ തുക്തബു ഹസന വറിജുലുൻ തംഹു സയ്യിഅ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കാൽവെപ്പ് നടത്തുമ്പോഴും നിന്റെ ആ കാൽവെപ്പിന് പ്രത്യേകമായ നന്മയെ രേഖപ്പെടുത്തുകയാണ്. പോരാ, ഓരോ കാൽവെപ്പിനും നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയുകയാണ്. വലിയ പദവിയാണ് നല്ല രൂപത്തിൽ ഒളുവെടുത്ത് വീട്ടിൽ നിന്ന് നടന്നു വരുന്ന ഓരോ സ്റ്റെപ്പിനും ഓരോ കാൽവെപ്പിനും നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ സമയത്തിനുള്ളിൽ ഞാൻ 3 ഹദീസുകളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ ഏറ്റവും പൂർണ്ണതയുള്ള നമസ്കാരമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വുളൂഇനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വുളൂവാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ നാം മനസ്സിലാക്കേണ്ടത്, നമസ്കാരം അള്ളാഹുവുമായി നടത്തുന്ന പ്രത്യേകമായ, ഞാനും നിങ്ങളും നടത്തുന്ന, റബ്ബുമായി നടത്തുന്ന അഭിമുഖമാണ്. ഒരു മനുഷ്യന്റെ മുഖമാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയാനുള്ള പവിത്രമായ അവയവം. അത് നിലത്ത് കുത്തി, മുസല്ലയിൽ കുത്തി, മാർബിളിലോ ടൈൽസിലോ മണലിലോ എവിടെയാണ് നമസ്കരിക്കുന്നത് അവിടെ വൃത്തിയുള്ള പ്രതലത്തിൽ തന്റെ മുഖം കുത്തിവെച്ചുകൊണ്ട് നെറ്റിത്തടം നിലത്ത് തട്ടി, മൂക്ക് ഭാഗം നിലത്ത് തട്ടി, 2 കൈയിന്റെയും പള്ളഭാഗങ്ങൾ നിലത്ത് അങ്ങനെ അമർത്തി വെച്ച്, കാൽമുട്ടുകൾ നിലത്ത് തട്ടിച്ച്, കാൽവിരലുകൾ പതിച്ചു വെച്ച് സുജൂദിൽ സാഷ്ടാംഗത്തിൽ വീഴുന്ന ആ രംഗമുണ്ടല്ലോ, അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്, എന്റെയും നിങ്ങളുടെയും ശ്രദ്ധാവായ ഖാലിക്കായ റബ്ബിന് വലിയ ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ് ഇത് എന്ന നിലക്ക് ആ സുജൂദിനെയും നമസ്കാരത്തെയും കാണേണ്ടതുണ്ട്. ഹദീസിൽ നമുക്ക് കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന അഹദക്കും ഇദാ കാമ ഫീ സ്വലാത്തിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഫഇന്നഹു യുനാജി റബ്ബഹ്, അവൻ അവന്റെ റബ്ബുമായിട്ടുള്ള അഭിമുഖത്തിലാണ്. നമ്മൾ നമസ്കാരത്തിന് നിൽക്കുന്നു, ഭക്തിയോടുകൂടി ളുഹറിന് വേണ്ടി, അസ്റിന് വേണ്ടി, ജുമുഅക്ക് വേണ്ടി, മഗ്രിബിന് ഇശാഇന് വേണ്ടി, സുബഹിയുടെ നമസ്കാരത്തിന് വേണ്ടി, അല്ല സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുമ്പോ ഞാൻ എന്റെ റബ്ബിനെ, എന്റെ റബ്ബുമായുള്ള ഒരു മുനാജാത്തിന്, ഒരു അഭിമുഖ ആ സംസാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. സുജൂദിൽ കിടന്ന് എന്റെ റബ്ബിനോട് പറയുകയാണ്, റുക്കോയിൽ നിന്നുകൊണ്ട് എന്റെ റബ്ബിനോട് പറയുകയാണ്. ആ നിലക്കാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. ഔ ഇന്ന റബ്ബഹു ബൈനഹു വബൈനൽ ഖിബ്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ
ആ നമസ്കാരം റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ്. മാത്രമല്ല ഔ ഇന്ന റബ്ബഹു, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എങ്ങനെയാണ്? ബൈനഹു വ ബൈനൽ ഖിബ്ല, നിനക്കും ഖിബ്ലക്കും ഇടയിൽ അല്ലാഹു ഉണ്ടാകുമെന്ന അർത്ഥത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോ ഞാൻ എന്റെ റബ്ബിനെ അർറഹ്മാനായ അർറഹീമായ പരമകാരുണ്യവാനായ കരുണാനിധിയായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുമായി കണ്ടുമുട്ടാൻ വേണ്ടിയുള്ള ഒരു വലിയ ആരാധനാ കർമ്മമാണ് നമസ്കാരം. ഒരു ചെറിയ ഓഫീസിലേക്ക് പോകുമ്പോ അണിഞ്ഞൊരുങ്ങി പോകുന്നവർ, അല്ലെ, സുഗന്ധം ഉപയോഗിച്ച് പോകുന്നവർ, ഞാൻ എന്റെ റബ്ബിനെ കാണാൻ കണ്ടുമുട്ടാനുള്ള ആ അർത്ഥത്തിലുള്ള എന്റെ റബ്ബുമായി സുജൂദിൽ വീണ് സംസാരിക്കുന്ന ഒരു ഇബാദത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ബോധത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങളെ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരാൾ സുബഹി നമസ്കാരം നിർവഹിച്ചാൽ, സുബഹിക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരാൾ സുബഹിയുടെ ജമാഅത്ത്, അതുപോലെ അസറിന്റെ ജമാഅത്ത്, മറ്റൊരു റിപ്പോർട്ടിൽ ഇശാഇന്റെ ജമാഅത്ത്, ഈ 3 ഹദീസുകളും വ്യത്യസ്തമായ റിപ്പോർട്ടുകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ചിലതിൽ ഇശാഉം സുബഹിയും വന്നു, ചിലതിൽ അസറും സുബഹിയും വന്നു, ചിലതിൽ സുബഹി മാത്രം വന്നു. ഏതായാലും ഇത് മുനാഫിക്കുകൾക്ക് പ്രയാസമുള്ള നമസ്കാരമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെ? അസർ നമസ്കാരം ജമാഅത്ത്, സുബഹിയുടെ ജമാഅത്ത്, ഇശാഇന്റെ ജമാഅത്ത്. ഇത് നമ്മൾ പലപ്പോഴായി കേട്ടതാണ്. എല്ലാ നാടിലും ഗ്രാമങ്ങളിലും അങ്ങാടികളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഈ 3 ഹദീസുകളിലും വരാത്ത ഒരു നമസ്കാരമാണ് മഗ്രിബ് നമസ്കാരം എന്നത്. എല്ലാ പള്ളികളിലും, നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലെ പള്ളികളെ കുറിച്ച് ആലോചിച്ചോ, ഏറ്റവും കൂടുതൽ ആളുകൾ ജമാഅത്തിന് ഉണ്ടാവാറുള്ളത് മഗ്രിബ് ജമാഅത്തിനാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്താ കാരണം? ഏത് കൂലിപ്പണിക്കാരും കുളിച്ചൊരുങ്ങി ആ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. എല്ലാവരും മാർക്കറ്റിലേക്ക് വരുന്ന സമയമാണ്. ഒരു 5 മണിക്ക് ശേഷം ഒക്കെയുള്ള സമയം. അതുകൊണ്ട് എല്ലാ പള്ളികളും നിങ്ങൾ പരിശോധിച്ചോ, എവിടെയും പരിശോധിച്ചോ, മഗ്രിബിന് ധാരാളം ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവരുത് എന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത്. പക്ഷേ ഇശാഇന്, ഈ മഗ്രിബിന് പള്ളിയിലുള്ള ആളുകൾ വീട്ടിലേക്ക് മടങ്ങി പിന്നെ ജമാഅത്തിനായി ആ പള്ളിയിലേക്ക് വരണം. മഗ്രിബിനോ അവൻ ജമാഅത്തിനായി വന്നതല്ല, മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്, അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ്. തന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് മാറി തന്റെ കൂട്ടുകാരെ കാണാൻ ഇറങ്ങിയതാണ്. അപ്പൊ ബാങ്ക് കൊടുത്തു. സ്വാഭാവികമായി മഗ്രിബിന് നമസ്കാരത്തിന് വേണ്ടി പള്ളി നിറയുന്നു. ഈ ആളുകളൊക്കെ നാട്ടിലുണ്ട്. ഇശാഇന്റെ സമയത്ത് എവിടെ പോയി അവർ? എവിടെ പോയി? അവരൊക്കെ ഏത് ഷോപ്പാ നമ്മുടെ നാട്ടിലൊക്കെ സുബഹിയുടെ മുമ്പ് തുറക്കുന്നത്? അപൂർവ ഷോപ്പുകൾ ഉണ്ടാവാം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഞാൻ അതിനെ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ അധിക ആളുകളും നാട്ടിൽ സുഖസുന്ദരമായി കിടക്കുകയും ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന സമയമാണ് സുബഹിയുടെ സമയം, അല്ലേ? അതുകൊണ്ട് തന്നെ മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നമസ്കാരമാണ് സുബഹിയുടെ ജമാഅത്ത് കിട്ടുക എന്നത്. ഇപ്പോൾ ഈ പള്ളിയിൽ 100 കണക്കിന് മനുഷ്യരുണ്ട്. ഈ പുത്തോളിലെ, തൃശ്ശൂരിലെ ഈ പള്ളിയിൽ 100 കണക്കിന് മനുഷ്യരുണ്ട്. ഇതിന്റെ ആ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ഒരു ആത്മകഥം ചെയ്യൂ നമ്മളൊക്കെ. ഇന്നത്തെ സുബഹി ജമാഅത്ത് ഈ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് കിട്ടി? നിങ്ങൾ നിങ്ങളുടെ മഹലിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഈ പള്ളിയിൽ ഇന്ന് സുബഹിക്ക് എത്ര പേർ ജമാഅത്തിന് എത്തിയിട്ടുണ്ടാകും? ഇതിന്റെ തൊട്ടടുത്ത വീടുകൾ കുറവാണെങ്കിലും ശരി, സാധാരണ എത്തുന്നവരിൽ ആരെങ്കിലും ഇന്ന് എത്താതെ പോയിട്ടുണ്ടോ? സ്വാഭാവികമാണ്. ഒരു മനുഷ്യൻ കുറെ സമയങ്ങൾ, കുറെ ദിവസങ്ങളൊക്കെ കഴിയുമ്പോ ചിലപ്പോ ഒന്നുറങ്ങിപ്പോകും. അതൊക്കെ മാനുഷികമാണ്. നാം അതിനെ ഒരിക്കലും കാണാതെ പോകുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ സുബഹി ജമാഅത്ത് ഇന്നലകളിൽ നഷ്ടപ്പെട്ടത്, ഇന്ന് നഷ്ടപ്പെട്ടത്, ഇന്നലകളിൽ നഷ്ടപ്പെട്ടത്, അല്ലാത്ത ജമാഅത്ത് പോയത്, പ്രിയപ്പെട്ടവരെ, അറിയാതെ ഉറക്കത്തിൽ പെട്ടുപോയതാണോ? യാത്രക്കിടയിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇളവ് സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് കറക്റ്റ് നമ്മുടെ പള്ളിയിൽ ജമാഅത്തിനെത്താൻ യാത്രയിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണോ നമ്മുടെ സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയത്? ചിന്തിക്കണം, ആലോചിക്കണം. ഇതൊക്കെ നിങ്ങൾ പലതവണകളായി കേട്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ല സുബ്ഹ, ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കരിച്ചു, ഫഹുവ ഫീ ദിമ്മത്തില്ലാ,
അവൻ അള്ളാഹുവിന്റെ സംരക്ഷണ വൃത്തത്തിനുള്ളിലാണ്, അവൻ അള്ളാഹുവിന്റെ സുരക്ഷിത വൃത്തത്തിനുള്ളിലാണുള്ളത്, അള്ളാന്റെ സംരക്ഷണത്തിൽ അവനുള്ളത്. അതുകൊണ്ട് സുബഹിയുടെ ജമാഅത്ത് നമുക്ക് കിട്ടുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താനാവാത്ത ഒന്നാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല. രാത്രി നമസ്കാരവും സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് യാത്രയിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല. ളുഹറിന്റെയും മഗ്രിബിന്റെയും ഇശാഇന്റെ ഒക്കെ സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ യാത്രയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മാറ്റിവെച്ചു. പക്ഷേ ഈ നമസ്കാരങ്ങൾ ഒരിക്കലും യാത്രയിൽ പോലും മാറ്റിവെച്ചിട്ടില്ല. അതുകൊണ്ട് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന നിലയ്ക്ക് പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷെ നമ്മൾ സുബഹിയുടെ സുന്നത്ത് അവിടെ നിൽക്കട്ടെ, ആ ജമാഅത്തായി പുരുഷന്മാർ നിർബന്ധമായി അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കേണ്ട ആ സുബഹിയുടെ ജമാഅത്ത് ഈ പള്ളിയിൽ ഇന്ന് ഈ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ഇന്നത്തെ സുബഹിയും ഇന്നലകളുടെ സുബഹിയും ഒക്കെ ജമാഅത്തായി കിട്ടിയിട്ടുണ്ടോ എന്ന് ആരോടും അഭിപ്രായം ചോദിക്കേണ്ടതില്ല. ഒന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓർമ്മകളെ പിറകിലേക്ക് മറിച്ചുകൊണ്ട് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പലപ്പോഴായി കേട്ട സംഭവമുണ്ട്, ഞാൻ ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കണ്ണ് കാണാത്ത സഹാബിക്ക് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ പോരെ, എന്നെ കൊണ്ടുവരാൻ ഒരാളില്ല നബിയേ എന്ന് തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ ഇളവ് കൊടുത്തു. അയാൾ തിരിച്ചു പോകുമ്പോ തിരിച്ചു വിളിച്ചു. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. റഖ്സലഹു, ഇളവ് കൊടുത്തു. ഫലമ്മാ വല്ല, പോയപ്പോൾ ദആഹു, അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ? ഉടനെ കണ്ണ് കാണാത്ത സഹാബി പറഞ്ഞു അതെ കേൾക്കാറുണ്ട്. പ്രവാചകന്റെ മറുപടി ഫഅജിബ്, എന്നാൽ വരണം എന്നതായിരുന്നു. നമ്മൾ എന്തു പറയും അല്ലാഹുവിന്റെ കോടതിയിൽ? നമ്മൾ എന്ത് മറുപടിയാണ് പറയുക പ്രിയപ്പെട്ടവരെ അള്ളാന്റെ കോടതിയിൽ? കച്ചവടത്തിന്റെ പേര് പറഞ്ഞ്, ബിസിനസിന്റെ പേര് പറഞ്ഞ്, ഞാൻ വലിയ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഓട്ടത്തിലായിരുന്നു, അതുകൊണ്ട് രാത്രി 12 മണിക്കാ വീട്ടിലെത്താറ്, 1 മണിക്കാ വീട്ടിലെത്താറ്, അല്ലെ? എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ ഓടുന്നത്? ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഈ മക്കൾ നമുക്കെതിരെ നാളെ തിരിയുന്ന ഒരവസ്ഥ വന്നാൽ, നിങ്ങളെ കണ്ട് ഗുണപാഠം കിട്ടാതെ വളർന്ന 20 വയസ്സുള്ള, 21 വയസ്സുള്ള, 18 വയസ്സുള്ള, 25 വയസ്സുള്ള കല്യാണം കഴിഞ്ഞ മകൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ട്, 30-35കാരനും ഉണ്ടായിട്ട്, വീടിന്റെ തൊട്ടടുത്ത പള്ളി ഉണ്ടായിട്ട്, ആ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാതെ കിടന്നുറങ്ങുന്ന മകന് മാതൃകയായി പള്ളിയിലേക്ക് പോകാത്തൊരു വാപ്പ, ബിസിനസിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ഷോപ്പ് അടക്കുന്നത് 10 മണിക്ക് 11 മണിക്ക് അങ്ങനെ ക്ഷീണിച്ചു വരുന്നു. ആർക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്? നമ്മളെ കണ്ടു വളരുന്ന ഈ മക്കൾ നാളെ പരലോകത്ത് എന്റെ ഉപ്പ എനിക്ക് മാതൃകയായിട്ടില്ല എന്ന് പറയുമ്പോ സമ്പാദിച്ച ലക്ഷങ്ങളും കോടികളും ആർക്ക് വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? ചിന്തിക്കണം, ശരിക്ക് ആലോചിക്കണം. നമ്മള് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ അധ്വാനിക്കണത്? ദിക്റില്ല, പ്രാർത്ഥന ഇല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് പള്ളിയിൽ അടങ്ങിയിരിക്കാൻ നമുക്ക് സമയമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സമയമില്ല. നിസ്കാരത്തിൽ പോലും ബിസിനസിനെ കുറിച്ചും കച്ചവടത്തെ കുറിച്ചും ഓർമ്മിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങൾ ഈ ഭൂമിയുടെ അതേ ഈ പളപളപ്പിൽ വ്യാപൃതരായി പോയിട്ടുണ്ടോ? ആലോചിക്കണം, ചിന്തിക്കണം. ഒരുപക്ഷെ ഇന്ന് രാത്രി, ഇന്ന് പകലിൽ, നാളെ ഈ ലോകം വിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരുണ്ടാവും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ? ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലില്ല ഏറ്റവും വലിയ വ്യത്യാസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമസ്കാരമാണ്. അത് ആത്മാർത്ഥമായിട്ട് നമസ്കരിക്കുക. കൈ നേരെ വലത്തെ കൈ ഇടത്തെ കൈമേൽ വെച്ച് ഈ നെഞ്ചിന്റെ ചെരിവിൽ വെച്ച് പ്രിയപ്പെട്ടവരെ ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കി ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി ആത്മാർത്ഥമായി നമ്മൾ ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, വഇദാ ഖാലൽ അബ്ദു, ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ നിസ്കാരത്തിലുണ്ടല്ലോ നമ്മളിങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയും വഹമിദനി അബ്ദി,
ആ അടിമയുണ്ടല്ലോ, ആ ഇസ്മായിൽ, ആ മുഹമ്മദ്, ഈ റാഫി, ഈ റിയാസ്, ഈ അബൂബക്കർ, ഈ ശിഹാബ്, അള്ളാഹ് പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഞാൻ അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി, എന്റെ റബ്ബിനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ റബ്ബേ നിനക്കാകുന്നു സ്തുതി എന്ന് ഇങ്ങനെ പറയുമ്പോ അള്ളാഹ് പറയാ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ ഇതാ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു, സ്തുതിച്ചിരിക്കുന്നു. അള്ളാഹ് മറുപടി പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളൊക്കെ ഫാത്തിഹ ഓതുമ്പോ നമുക്ക് മറുപടി കിട്ടുന്നുണ്ടാവും അള്ളാന്റെ അടുത്തുനിന്ന്? ശ്രദ്ധ ഉണ്ടോ? ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പറയുന്നത്? അടുത്ത ആയത്ത് പറയാണ് അർ-റഹ്മാനിർ റഹീം, കാരുണ്യവാനായ റബ്ബ് ഞാൻ സ്തുതിച്ചിരിക്കുന്നത് ലോകരുടെ എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ഈ 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും അതിനിടയിലുള്ളതിന്റെയും സർവചരാചരങ്ങളുടെയും സർവ്വതിന്റെയും രക്ഷിതാവായ റബ്ബേ നിനക്കാകുന്ന സ്തുതി. ആ റബ്ബ് എങ്ങനെയുള്ളവനാണ്? അർ-റഹ്മാൻ, കാരുണ്യവാനാണ്, അർ-റഹീം, കരുണാനിധിയാണ് എന്ന് ഞാൻ പറയുമ്പോ ഖാലല്ലാഹു തആല, ഫാത്തിഹ സൂറത്തിൽ ഇങ്ങനെ ഇത് പറഞ്ഞു നിസ്കരിക്കുമ്പോ റബ്ബ് പറയും അഫ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു, എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു തആല അതിന് മറുപടി പറയും. അടുത്ത വാചകം വരികയാണ് മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണവൻ. അതെ, അത് പറയുമ്പോ റബ്ബ് പറയാണ് മജ്ജദനി അബ്ദി, എന്റെ അടിമ ഇതാ എന്നെ ഏത് ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു, എന്റെ പദവിയെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. അല്ലേ, പ്രതിഫല നാളിന്റെ ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത നീതിപൂർവമായ കോടതി, ആ കോടതിയുടെ ഉടമ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മാത്രം. അല്ലേ, ഇന്ന് പടിചാരാൻ എളുപ്പമുണ്ട്. തെറ്റ് ചെയ്യുന്നവർ ലോകത്ത് ഒരുപാട് ഉണ്ടാവാം. പക്ഷേ പലരും ഇങ്ങനെ അതൊക്കെ ഒരു തമാശയാക്കി എടുക്കുകയാണ്. ആളുകളുടെ മേൽ അപവാദം പറയല്, കുറ്റപ്പെടുത്തലുകള്, പിന്നെ കുറെ ദിവസം കഴിയുമ്പോ ഇല്ല എന്ന് പറയാ. ഞാൻ ഇങ്ങനെ വായിച്ചു ഇന്നലെ ഫേസ്ബുക്കില്, ഒരു ചങ്ങാതി എത്രയോ ദിവസം ജയിലിൽ കിടന്നിറങ്ങാണ്. 3 മാസം ജയില്, 4 മാസം ജയിലിൽ കിടന്നിറങ്ങുക. ഇപ്പൊ അവൻ ഈ കുറ്റേ ചെയ്തിട്ടില്ല, ആളെന്നെ മാറിപ്പോയ പോലെ. ഇതൊന്നും അള്ളാന്റെ കോടതിയിൽ ഉണ്ടാവില്ല, ഇതൊന്നും അള്ളാന്റെ കോടതിയിൽ ഉണ്ടാവില്ല. ഇവിടുത്തെ ജഡ്ജി മനുഷ്യനാണ്. അല്ലേ, ആളുകൾ കുറ്റം ഇവന്റെ മേൽ ചാർത്തി ഒരുപക്ഷേ വക്കീലിന്റെ ആ വാക്ചാരുത കൊണ്ടും വക്കീലിന്റെ സാമർത്ഥ്യം കൊണ്ടും ഒരുപക്ഷെ പ്രതിയല്ലാത്തവൻ പ്രതിയായി പോകുന്ന അവസ്ഥ വന്നാൽ, ക്യാഷിന് വേണ്ടി വാദിക്കുമ്പോ സത്യമല്ലാത്ത ഒന്നിനു വേണ്ടി കോടതിയിൽ നിന്നുകൊണ്ട് വാദമുയർത്തുമ്പോ വരാനിരിക്കുന്ന നീതിപൂർവമായ ഒരു കോടതി ഓർമ്മയുണ്ടാകണം. പണമല്ല നമ്മുടെ ലക്ഷ്യം, എന്നാൽ സത്യത്തിന് വേണ്ടി പോരാടണം. അള്ളാഹുവിന്റെ കോടതി നീതിപൂർവമായ കോടതിയാണ്. ആ കോടതിയിൽ ഒരിക്കലും നിരപരാധിയായ ഒരാൾക്ക് ശിക്ഷ കിട്ടുകയില്ല, കുറ്റവാളിയായ ഒരാൾ രക്ഷപ്പെടുകയുമില്ല. അതാണ് അള്ളാഹുവിന്റെ കോടതി. കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാട എന്ന് പറഞ്ഞാൽ അറബികൾക്ക് അത് വേഗം മനസ്സിലാകും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനെ ഞാനും നിങ്ങളും നിസ്കാരത്തിൽ അത് പറയുമ്പോ അള്ളാഹ് പറയാ എന്നെ ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എന്റെ അടിമ. പോരാ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആദ്യം അള്ളാഹുവിനെ ഇങ്ങനെ സ്തുതിച്ചു, അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞു, അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചു, അവന്റെ പദവിയെ പറ്റി പറഞ്ഞു, അവനായി ലോകത്തിന്റെ കാരുണ്യവാൻ എന്ന് പറഞ്ഞു, അവനായി ലോകത്തിന്റെ പരമകാരുണ്യവാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രതിഫല നാളിന്റെ വരാനിരിക്കുന്ന ആ ദിനത്തിന്റെ ഉടമയാണവൻ എന്ന് പറഞ്ഞു, അവകാശിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നിസ്കാരത്തിൽ കൈകെട്ടി നിർത്തിയിട്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവർ ഏത് സംഘത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ, സർവ്വ മുസ്ലിങ്ങളെ കൊണ്ടും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഒരു പ്രതിജ്ഞ ചൊല്ലിപ്പിക്കുകയാണ്. ഇല്ല റബ്ബേ, നിന്നെ മാത്രമല്ലാതെ ഞങ്ങൾ ആരാധിക്കുകയില്ല, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ അല്ലാഹു തആല മറുപടി പറയുകയാണ് ഹദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്. വലിയ കരാറാണത്. 5 നേരം കൈകെട്ടി റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പറയാ, ഇല്ല റബ്ബേ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായതേട്ടം നടത്തുകയുള്ളൂ.
അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ നമ്മുടെ തൗഹീദ് തെറ്റിപ്പോകരുത്. അത് എന്താണ് പറയുന്നതിന്റെ അർത്ഥം എന്നൊക്കെ എത്രയും വേഗത്തിൽ മനസ്സിലാവും. കുറെ ബുദ്ധിയൊന്നും വേണ്ട, സാധാരണ കോമൺ സെൻസ് മതി. അതിന് കുറെ ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ഡോക്ടറോട് എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയാറില്ലേ? അപ്പോൾ പറയാൻ പറ്റുമോ? ബാപ്പാനോട് ഒരു 50 രൂപ കൊണ്ടാന്ന് പറയലില്ലേ? പറയാൻ പറ്റുമോ? ഞാൻ വീണ ഒന്ന് കൈപിടിക്കണേ എന്ന് പറയലില്ലേ? അപ്പൊ പറയാൻ പറ്റുമോ? സഹായതയൊക്കെ മുഴുവൻ അള്ളാഹിനോടാ ചോദിക്കുന്നതെങ്കിൽ റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യം അവനോട് മാത്രം, വേറെ ഒരാളിലേക്കും അത് ഞാൻ അതിന്റെ മൈന്യൂട്ട് പോയിന്റ് വകവെച്ചു കൊടുക്കുകയില്ല. എനിക്ക് രോഗമുണ്ട്, ഡോക്ടറെ കാണണം, ചികിത്സിക്കണം, മരുന്ന് വാങ്ങണം. റബ്ബേ, നീയാണ് രോഗം തന്ന് പരീക്ഷിക്കുന്നത്, സുഖപ്പെടുത്തി തരേണമേ അല്ലാ. അത് ഡോക്ടറോട് പറയാൻ പറ്റൂല. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, പടച്ചവനെ എന്റെ ഭാര്യ 2ാമത്തെ മാസത്തിലേക്ക് 3ാമത്തെ മാസത്തിലേക്ക് നല്ലൊരു കുഞ്ഞിനെ, സ്വാലിഹായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹിനോട് മാത്രം പറയേണ്ട കാര്യങ്ങളുണ്ട്. അത് റബ്ബിന്റെ പടപ്പുകൾക്ക് മുന്നിൽ വെച്ചു കൊടുത്തിട്ട് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിന്ന് 5 നേരം 17 തവണ പറഞ്ഞിട്ട് ആ മുസല്ല മടക്കി വെച്ച് നമ്മുടെ വല്യമ്മ, നമ്മുടെ ഉമ്മ, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ വാപ്പ, നമ്മുടെ വല്യപ്പ, ആ മുസല്ലയൊന്ന് അലമാരയുടെ മേലേക്ക് വെക്കുമ്പോ കാലൊന്ന് വരിക്ക് വീണാൽ വിളിച്ചു ബദിരീങ്ങളെ അല്ലേ? എന്തിനാ ഈ പ്രതിജ്ഞ ചൊല്ലിയത്? ബദരീങ്ങൾ എന്ന് പറയുന്നവർ ശ്രേഷ്ഠവര്യന്മാരാണ്. അള്ളാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ബദരീങ്ങളുടെ നേതാവ് തങ്ങളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ കാലൊന്ന് സ്ലിപ്പായപ്പോ മുസല്ല എടുത്ത് വെക്കുമ്പോ, നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ദിക്റും ചൊല്ലി എണീക്കുമ്പോ ഒന്ന് വീണാൽ പടച്ചവന്റെ സൃഷ്ടികളെ വിളിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ ഉറക്കെ പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടുള്ള കടുത്ത നന്ദികേടാണ്. അതിലും വലിയൊരു നന്ദികേട് ലോകത്ത് വേറെയില്ല. ഉണ്ടോ? എല്ലാം തന്ന റബ്ബ്, ഈ സംസാരം നടത്താൻ എല്ലില്ലാത്ത ഈ നാവിന്റെ കഷ്ടം, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങൾക്കൊക്കെ തന്നില്ലേ റബ്ബ് നാവ്? നാവ് തന്ന റബ്ബ്. ഈ ചെവിയുടെ ഷേപ്പ് അത്ഭുതകരമാണ്. നമ്മുടെ റെറ്റിനെ പൊട്ടിപ്പോകാതിരിക്കാൻ, ശബ്ദത്തെ ക്രമീകരിക്കാൻ, കറക്കിയെടുക്കാൻ പറ്റിയ ഒരു സംവിധാനം തന്ന ലോകത്തിന്റെ റബ്ബ്. ബാഹ്യമായ അവയവങ്ങൾ മാത്രം, ഈ കണ്ണ്, അതുപോലെ ശക്തിയുള്ള ഒരു ക്യാമറ സംവിധാനം ലോകത്ത് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? നമ്മുടെ ഉമനീർ നമുക്കല്ലാതെ ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എന്റെ മുടി ലോകത്ത് വേറെ ആർക്കെങ്കിലും അള്ളാഹു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇനി ആന്തരിക അവയവങ്ങളിലേക്ക് കിടക്ക്. കിഡ്നിയെ കുറിച്ച്, വൃക്കയെ കുറിച്ച്, ആമാശയത്തെ കുറിച്ച്, ആ കുടൽ സംവിധാനത്തെ കുറിച്ച്, ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള ഒരു മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകളെ കുറിച്ച്, രക്തക്കൊയലുകളെ കുറിച്ച് ആലോചിക്ക്. ഒരു മനുഷ്യന്റെ രക്തക്കൊയൽ കൊണ്ട് മാത്രം ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള വലിപ്പമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് തന്ന റബ്ബ്, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. ആ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് മുസൽമാനെ നമ്മൾ പറയുന്ന വാക്കാണ്, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മരണപ്പെട്ടു പോയ മഹത്തുക്കളെ ആദരിക്കണം, പണ്ഡിതന്മാരാദരിക്കണം, ഔലിയാക്കന്മാരാദരിക്കണം, അമ്പിയാക്കന്മാരാദരിക്കണം, അനുസരിക്കണം. നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കും നമ്മൾ പിൻപറ്റണം. പക്ഷേ അവരാരാധിക്കാൻ പാടില്ല. ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഉണ്ട് പ്രിയപ്പെട്ടവരെ, നേർക്കുനേരെ. ഞാൻ ചില പ്രസംഗങ്ങൾ കേട്ടു, ഖുത്ബയിൽ പതൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല, ആ പണ്ഡിതന്മാരുടെ പേരും പറയുന്നില്ല, പറയാണ് നേർക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കുക വലിയൊരു സദസ്സിന്, നിങ്ങൾ ആരും അത് ഇൻഡയറക്റ്റ് ആണ് വിചാരിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് നബിയോട് ചോദിച്ചോളി. അതൊക്കെ കുറ്റപ്പെടുത്താൻ ആളുണ്ടാവും, അതൊന്നും നമ്മൾ വിഷയാക്കണ്ട. നമ്മുടെ എല്ലാ പ്രശ്നം നബിയോട് ഡയറക്റ്റ് പറഞ്ഞോളൂ. നഊദു ബില്ലാഹ്. അത് കേട്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് പിഴവ് സംഭവിക്കുമ്പോ കിടുകിടാവിറക്കുന്ന പടച്ചോന്റെ കോടതി, ഒരു ചാമീത് കത്തി ജ്വലിക്കുന്ന സൂര്യൻ നിന്ന് ഉയർത്തി മുങ്ങിക്കുളിക്കുന്ന പടച്ചവന്റെ കോടതി മറുപടി പറയേണ്ടി വരുമെന്ന ബോധം സംസാരിക്കുന്ന എനിക്കും, ഇതുപോലെ സംസാരിക്കുന്ന ഓരോ ഖത്തീബുമാർക്കും പ്രഭാഷകന്മാർക്കും ഉണ്ടാകണം. ഒരു മനുഷ്യൻ നമ്മുടെ വാക്ക് ഈ മിമ്പറിൽ നിന്ന് എന്റെ ഖുത്ബ ശ്രദ്ധിക്കുന്നവരിലേക്ക് ശരിയാണെന്ന് തോന്നിപ്പിച്ച് ശരിയല്ലാത്ത ഒന്നിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വർണ്ണിച്ചുതെന്നാൽ പടച്ചവന്റെ കോടതിയിൽ എന്നെ വിടുകയില്ല. അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടിക്കാൻ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഗൗരവമുള്ള കാര്യമാണ്.
തമാശയില്ല ഇതൊന്നും. എല്ലാം നോർമലൈസ് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോ. എല്ലാം അക്കീദ മാത്രമല്ല, കണ്ടില്ലേ, പെണ്ണും ഒക്കെ. ഞാനത് ചാനലും അതിന്റെ പേരൊന്നും പറയുന്നില്ല. അതിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടി പറയാണ് അഭിപ്രായം, ഞാൻ ഇത് നോർമലൈസ് ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്താ വിവാദങ്ങള്! വലിയ വലിയ നടന്മാർ രോഷാകുലരാകുന്നു, ക്രോധാകുലരാകുന്നു, അല്ലേ, അട്ടഹസിക്കുന്നു, ഇറങ്ങിപ്പോ ഷോ എന്നൊക്കെ വിളിച്ചു പറയുന്നു. എന്താ പറഞ്ഞത് അഭിപ്രായം? രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ഭാര്യയും ഭർത്താവിനെ പോലെ ജീവിക്കുന്നത്, ഞങ്ങളൊക്കെ ഒരു അമ്മമാരല്ലേ, ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ മക്കൾ വളരുന്നത്? അതൊന്നും യോജിക്കാൻ കഴിയില്ല, ഇറങ്ങിപ്പോ ഷോ എന്ന്. ലോകത്തെല്ലാരും അംഗീകരിക്കുന്ന ഒരു കാര്യം, നീ മാത്രം എന്താ? ലോകത്തെല്ലാരും അംഗീകരിക്കുന്ന കാര്യം എന്ത്? പെണ്ണും ഭാര്യയും ഭർത്താവിനെ പോലെ ജീവിക്കുക, ആണും ഭാര്യയും ഭർത്താവിനെ പോലെ ജീവിക്കുക. മുഹമ്മദ് ഇബ്രാഹിം തമ്മിൽ കല്യാണം കഴിക്കുക, ഫാത്തിമയും നൂറയും ആദിലയും തമ്മിൽ കല്യാണം കഴിക്കുക. അത് ലോകത്തെല്ലാരും അംഗീകരിക്കുന്നു, നോർമലൈസ് ചെയ്യുന്നു എല്ലാറ്റിനെയും. മുസ്ലിങ്ങളുടെ അഖീദയെ, വിശ്വാസത്തെ ഒക്കെ ആളുകൾക്കിടയിൽ ഇട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെ എന്താ ജനങ്ങളൊക്കെ പറയുന്നു എന്ന അടിസ്ഥാനത്തിലേക്ക് വിശ്വാസത്തെ ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്ന ഒരവസ്ഥ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാ ഷർറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിന് വിശദീകരണത്തിൽ എന്തിനാ ഇത് പറഞ്ഞത്? ഇത് അഖീദയുടെ വിഷയത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസ്കാരത്തിലും കൾച്ചറിലും സഖാഫത്തിലും ഒക്കെ ഈ ഒരു അവസ്ഥ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ്. ആ തൗഹീദ് മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോ നമസ്കാരത്തിന്റെ കാര്യമാണ് ഞാൻ ഈ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. അവിടെ ഓരോ ആയത്തുകൾ ഇങ്ങനെ പറയുമ്പോഴും സർവശക്തനായ അള്ളാഹു അതിനിങ്ങനെ മറുപടി പറയുന്നത് സ്വഹീഹായ ഹദീസിൽ വന്നു. തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാർ ഇങ്ങനെ പുതുക്കണല്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ആത്മാവിനോട് ചോദിച്ചിട്ടുണ്ടല്ല, ഞാൻ നിന്റെ റബ്ബല്ലയോ? ഖുർആനിലുള്ളതാ, ഞാൻ നിന്റെ റബ്ബല്ലയോ? അത് ചോദിച്ച് സമ്മതം ഇവൻ പറഞ്ഞിട്ടാ അള്ള വിട്ടത്. പക്ഷേ പിന്നെ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമല്ല സ്വീകരിക്കാം, ഇഷ്ടപ്പെടുന്ന റൂട്ടിൽ പോവാം. പക്ഷെ ഇതൊക്കെ ഒരു നൈമിഷികം സുഖം മാത്രമാണ്, ഇതൊക്കെ ഒരു നശ്വരമായ സുഖം മാത്രമാണ്. വരാനിരിക്കുന്ന അനന്തമായ അനശ്വരമായ ആ പരലോകത്തുള്ള വിജയത്തിന് വേണ്ടിയാണ് ഒരു മുഅ്മിൻ എന്ന നിലക്ക് ഞാനും നിങ്ങളും വിജയിക്കാനുള്ള പരിശ്രമം നടത്തേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, വഉമുർ അഹ്ലക ബിസ്സലാത്ത്. നീ നിന്റെ കുടുംബത്തോട് നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ. എന്നിട്ട് ആ വിഷയത്തിൽ നീ ക്ഷമ കൈക്കൊള്ളണം. എന്തിനാ ചേർത്തി പറഞ്ഞത്? കുടുംബത്തോടൊക്കെ നിസ്കരിക്കാൻ പറയണട്ടോ, എന്നിട്ട് നീ ക്ഷമിക്കും ചെയ്തോന്ന് അല്ലാഹ്. എന്താ നിസ്കരിക്കാൻ പറഞ്ഞവരെ ചൂടാവും ആളുകള്, മോൻ വരെ പറയും. ഞാൻ ഇപ്പൊ ചെറിയ കുട്ടിയൊന്നല്ല കേട്ടോ, എനിക്ക് വയസ്സ് 25ആയി 22ആയി. ഇനി നിസ്കരിക്കണോ നിസ്കരിക്കേണ്ടതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വാപ്പാന്റെ പണി എടുത്തോളൂ. ക്ഷമിച്ചോ പറയണം. മനസ്സിലായില്ലേ? മക്കള് വരെ എതിർക്കും. ഞാൻ ഇപ്പൊ ചെറിയ കുട്ടിയൊന്നല്ല, നിങ്ങൾ എന്നോട് ഇങ്ങനെ നമസ്കരിക്കാൻ പറയാം. എനിക്ക് മനസ്സിലായിട്ട് നിസ്കരിക്കാനില്ലെങ്കിൽ പ്രശ്നം എന്താന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴും എന്നോട് പറയേണ്ട ആവശ്യമില്ല. ആർക്കും ഉപദേശം ഇഷ്ടമല്ല, എല്ലാവരും അഡ്വൈസ് ഭയങ്കര പ്രശ്ന. കേൾക്കണേ വെറുപ്പാ കുട്ടികൾക്ക്. മനസ്സിലായില്ലേ? അതാ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ആണും പെണ്ണും കൈ തോളിലിട്ടിരുന്നപ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെ ഇരിക്കരുത്, പ്രായമുള്ള മനുഷ്യന്മാരും കുട്ടികളൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ മടിയിൽ കയറി ഇരുന്നിട്ട് ആ പ്രായമുള്ള മനുഷ്യനോട് പറയാ, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, നിങ്ങൾ എന്താ ചെയ്യാൻ? കണ്ടോ? മിണ്ടാതിരുന്ന അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മിണ്ടിയപ്പോ എന്താ? മടിയിൽ കയറി ഇരുന്നിട്ട് പറയാണ് പ്രായമുള്ള മനുഷ്യനോട്, ഇങ്ങനെ ഇരിക്കാനാ ഞങ്ങളെ തീരുമാനം, നിങ്ങൾ എന്ത് ചെയ്യും? ലോകം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വഴിമാറും. ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ?
നിന്റെ കുടുംബത്തോട്, നിന്റെ ബന്ധുമിത്രാദികളോട് നമസ്കാരത്തെ തൊട്ട് നീ കൽപ്പിക്ക്. എന്നിട്ട് താങ്കൾ ആ വിഷയത്തിന്റെ മേലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ക്ഷമിക്കൂ. അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുന്ന കാര്യമോ, ലാ നസ്അലുക റിസ്ഖൻ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക്. കേട്ടോ, ഞാൻ നിങ്ങളോട് റിസ്ക് ഒന്നും ചോദിക്കണില്ല, നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ഞാൻ, നിങ്ങളോട് ഉപജീവനം ചോദിക്കണില്ല, നിങ്ങൾക്ക് ഉപജീവനം തരുന്നത് നാമാണ്. നിങ്ങൾക്ക് ഓരോ കുട്ടിയും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ ആ കുട്ടിക്ക് വേണ്ട ഉപജീവന മാർഗം റെഡിയാക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ്. ആയത്ത് അങ്ങനെയാണ് പോകുന്നത്. ഈ ആയത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങൾ നമസ്കാരം നേരെ ചൊവ്വേ നിലനിർത്തിക്കോ, എന്നാൽ അതാക റിസ്ക മിൻ ഹൈസു ലാ തഹ്തസിബ്. നിന്റെ റിസ്ക് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പാലിക്കുന്ന, കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ റിസ്കിന്റെ കാര്യത്തിൽ അള്ളാഹു നീ അറിയാത്ത വിധത്തിൽ നിന്റെ മുമ്പിൽ എത്തിക്കും. ആരാ പറയണത്? മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ച സ്ഥലത്ത് പറയാ. അതുകൊണ്ട് നമസ്കാരത്തിൽ നല്ല ശ്രദ്ധ, കറക്റ്റ് നമസ്കാരം കേട്ടോ. എന്റെ ബിസിനസ് കഴിഞ്ഞിട്ടുള്ള നമസ്കാരമല്ല. യാത്രയിൽ അള്ളാഹു തആല അനുവദിച്ച ഇളവ് നാട്ടിലിങ്ങനെ മുട്ടിത്തിരിഞ്ഞിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് എല്ലാ നിസ്കാരം കൂടി ഒന്നിച്ച് നിസ്കരിക്കുന്ന സമ്പ്രദായമല്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ സന്തോഷം വന്ന സുജൂദിലേക്ക് വീഴുമായിരുന്നു, ശുക്രിന്റെ സുജൂദ് ചെയ്യുമായിരുന്നു. എന്ത് ചെയ്യണം? എന്റെ മോള് കല്യാണം വന്നിട്ടുണ്ട്, ആകെ മനസ്സിന് അസ്വസ്ഥതയാണ്. ആ കല്യാണം കഴിപ്പിക്കണോ? ആ വീട്ടിക്ക് കൊടുക്കണോ? കൊടുക്കണ്ടേ? അത് ശരിയാവൂലേ? ഇങ്ങനെ പലതിലും, ഒരു വിവാഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല പലതിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരിക. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, അതിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കുക. കണ്ടോ? ആ നമസ്കാരം എന്നത് ഒരു മുസ്ലിമിന്റെ നാളെ അർശിന്റെ തണല് കൊടുക്കുമ്പോ അല്ലാഹു തആലയുടെ പ്രവാചകൻ എണ്ണിയത് ഒരു മനുഷ്യന്റെ ഖൽബ് പള്ളിയുമായി ഇങ്ങനെ ബന്ധിപ്പിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പള്ളിയുമായി ഇങ്ങനെ കെട്ടിയിട്ട അവസ്ഥയില. ളുഹർ കഴിഞ്ഞ് പോകുമ്പോ അസറിന് ജമാഅത്തിന് എത്തണം, എന്റെ ജമാഅത്ത് പോവരുത്. അസർ കഴിഞ്ഞ് പോകുമ്പോ എന്റെ മഗ്രിബ് ജമാഅത്ത് പോവരുത്. ഇങ്ങനെ പള്ളിയുമായി ഇങ്ങനെ ഒരു കയറിട്ട് വലിക്കുന്ന പോലെ ബന്ധിപ്പിച്ചു നിർത്തിയ മനുഷ്യൻ. ഇതിലൊക്കെ ശ്രദ്ധ ഉണ്ടോ ഇല്ലേ? അള്ളാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമസ്കാരം ഉപേക്ഷിച്ചിട്ട് 10 കൊല്ലം നിസ്കരിച്ചിട്ടില്ല, പിന്നെ 11ാമത്തെ വർഷം 32ാമത്തെ വയസ്സിൽ 45ാമത്തെ വയസ്സിൽ 50ാമത്തെ വയസ്സിലാ ബോധം ഉണ്ടായത്. എന്നാ പിന്നെ എന്താ നീ ചെയ്യേണ്ടത്? ഉടനെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു നമസ്കാരവും തെറ്റാതെ നേരെ നിർവഹിക്കുക. അപ്പോ 18 വയസ്സ് 15 വയസ്സ് മുതലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ളുഹർ 5 വട്ടം നിസ്കരിക്കല്ല. ആരോ പറഞ്ഞു കൊടുത്തത് നിസ്കാരോട് നിസ്കാരം. 10 കൊല്ലം നിസ്കരിക്കലില്ല, 30 വയസ്സ് വരെ നിസ്കരിച്ചിട്ടില്ല, ഇപ്പോഴാ ബോധം വന്നത്. അപ്പോ അങ്ങോട്ട് എത്ര പ്രായപൂർത്തി എത്തിയത് പോലെ ഇങ്ങോട്ട് കൂട്ടുക. അപ്പൊ എത്ര ളുഹർ പോയി? അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ളുഹർ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് പിറകിൽ പോയിട്ട് ഒരു 5 ളുഹർ, പിന്നെ ഒരു 5 അസർ, അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടി നിസ്കരിച്ച് വീട്ടാൻ അങ്ങനെ ഒരു ഏർപ്പാട് അള്ളാന്റെ ദീനിലില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതാണ് ഈ എന്തെങ്കിലും കേട്ടാണ് ശരിയാകുമ്പോ പിന്നെ ഓവറാകുക, പിന്നെ പണിക്കൊന്നും പോണില്ല, നിസ്കാരം വീട്ടാണ്ടവനെ. അതുകൊണ്ട് എവിടെയാണ് ദീനുള്ളത് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ലോകത്തിന്റെ എവിടെ വെച്ചാണ് മരണമെന്നറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്ത് പല പരീക്ഷണങ്ങളും പല നാട്ടുകളിലേക്കും വന്നിട്ടുണ്ട്. റബ്ബേ, നിന്റെ പരീക്ഷണമാണത്. അല്ലാഹുവേ, ആ ഫലസ്തീനിന്റെ മണ്ണിൽ അവിടുത്തെ കുട്ടികളുടെ രോദനം, അവിടുത്തെ കുട്ടികളുടെ നിലവിളി, അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളുടെ വേദനകൾ, അവരുടെ ആർപ്പുവിളികൾ അല്ലാഹുവേ കേൾക്കാൻ കഴിയുന്നില്ല. പരിഹാരമുണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്, പരിഹാരമുണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വതന്ത്ര ഫലസ്തീൻ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട 3 ഭവനങ്ങളിൽ ഒരു ഭവനം നിൽക്കുന്ന നാടിനെ നീ സുരക്ഷിതമാക്കണേ അല്ലാഹ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്. ആ നാടിന്റെ കൊച്ചു കൊച്ചു മക്കളെ അല്ലാഹു അവർക്ക് നീ അഭയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ,
ലോകത്തിന്റെ നാനാഭാഗത്ത് ദീനിന്റെ പേരിൽ വേദനിക്കുന്നവർക്ക് നീ ആശ്രയം നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.